നമുക്ക് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ ബേസിക് നീഡ് പോലെ തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ സ്കൂളിലും കോളേജിലൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാറില്ല. അപ്പോൾ അത് ഒരു മോശപ്പെട്ട ഒരു സംഭവം പോലെയാണ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സെക്സ് എന്നുള്ളൊരു വാക്ക് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നല്ല കുട്ടികളൊന്നും അങ്ങനെ ചിന്തിക്കില്ല, അതിനെക്കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല എന്നൊക്കെ ഉള്ളൊരു മെസ്സേജാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. 8ലോ 9ലോ പഠിക്കുമ്പോഴാണ് നമ്മൾ ബയോളജി ക്ലാസ്സിൽ ഈ ഒരു പ്രത്യുൽപാദനം എന്നൊക്കെ പറയുന്ന കാര്യം പഠിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാത്ത അണ്ടം, ബീജം, അങ്ങനത്തെ കുറെ ബയോളജിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാറിനാണെങ്കിലും അത് കറക്റ്റായിട്ട് പറയാനൊക്കെ അവർക്ക് ഒരു ചമ്മലായിരിക്കും. ഇത് വീട്ടിൽ അച്ഛനോടും അമ്മനോടും കൂടുതൽ ചോദിക്കൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ തടിതപ്പാറുണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊരു അറിവില്ല. അതുകൊണ്ട് തന്നെ ഇത് സംസാരിക്കുന്നത്, പണത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് മോശമാണ്, സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് മോശമാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട പല കാര്യങ്ങളും മോശമാണെന്നൊക്കെ ഉള്ളൊരു അഭിപ്രായമാണ് നമ്മൾക്ക് സമൂഹത്തിലെ കണ്ടീഷനിങ്ങിൽ നിന്ന് നമ്മളുടെ മനസ്സിലോട്ട് ആ ഒരു സമയത്തൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ആർത്തവം എന്താണെന്നുള്ളത് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്താണ്. അതിന്റെ കുറച്ച് മുന്നേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനായപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അന്നേരം പാരന്റ്സ് അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിരുന്നു, എന്നാൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വളർന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കും. അതായത് ഇതിനെക്കുറിച്ച് ഇപ്പൊ വീട്ടിലാണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മോശമാണ്. പിന്നെ നമുക്ക് ഒരു അത്യാവശ്യമായിട്ടൊരു സാധനമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക, ആത്മാഭിമാനത്തിൽ ജീവിക്കുക, നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുക, സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിങ്, ഇങ്ങനത്തെ കുറെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതൊന്നും സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ വീട്ടിലൊന്നും പറഞ്ഞു തരാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയും നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ പ്രശ്നമാകാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ചില ടോക്സിക് റിലേഷൻഷിപ്പിൽപ്പെട്ട ക്ലയന്റ് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇവരെൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് പൈസ വേണമല്ലോ, അത് ആര് തരും? വീട്ടിൽ ചെന്നാൽ അവിടെ ബ്രദേഴ്സ് ഉണ്ട്, അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാകോ, പാരന്റ്സിന് ബുദ്ധിമുട്ടാകോ, അങ്ങനത്തെ കാര്യങ്ങൾ. ആ സമയത്താണ് ഇവർ ചിന്തിക്കുന്നത്, ഞാൻ സ്വന്തം കാലിലല്ലോ, എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് വരുമാനം ഇല്ലല്ലോ, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു നീഡ് ഉള്ളത് കൊണ്ട് ഇതിൽ തന്നെ തൂങ്ങിക്കിടക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള സാധനം എന്താണെന്നും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്.